രാജ്യത്ത് ചെറുതുകകളിലുള്ള കറൻസികളിൽ കള്ളനോട്ടുകളുടെ സാന്നിധ്യം കൂടുന്നതായി റിപ്പോർട്ട്. 200, 500 രൂപയുടെ കള്ളനോട്ടുകളായിരുന്നു നേരത്തെ കൂടുതലായി വന്നിരുന്നതെങ്കിൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ചെറിയ നോട്ടുകളിലാണ് ഇപ്പോൾ വ്യാപകമായി കള്ളനോട്ടുകൾ പ്രചരിക്കപ്പെടുന്നത്. 200, 500 രൂപ നോട്ടുകൾ ആളുകൾ കൂടുതൽ കരുതലോടെയാണ് വാങ്ങുന്നത്. എന്നാൽ ഈ ജാഗ്രത 10, 20, 50 രൂപ നോട്ടുകളിൽ കുറവാണ്. ഇതാണ് ചെറുതുകകളുടെ കള്ളനോട്ടുകൾ കൂടാൻ കാരണം എന്നാണ് പറയപ്പെടുന്നത്. 10, 20 രൂപയുടെ പോളിമർ കറൻസി നോട്ടുകൾ പുറത്തിറക്കാനായി RBI തയ്യാറെടുക്കുകയാണ്. വർഷങ്ങളായി ഇതിനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കാരണം ഇത് നീണ്ടുപോയി. ചെറിയ കള്ളനോട്ടുകൾ കൂടുതലായി എത്തിത്തുടങ്ങുന്നത് പോളിമർ കറൻസികളിലേക്കുള്ള വേഗം കൂട്ടുന്നതായും സൂചനകളുണ്ട്. പ്ലാസ്റ്റിക് കറൻസിയിൽ കൂടുതൽ സുരക്ഷാ ഫീച്ചറുകൾ ഉൾപ്പെടുത്താനാകും. അതിനാൽ വ്യാജ നോട്ടുകൾ പുറത്തിറക്കുക അത്ര എളുപ്പമാവില്ല. പരീക്ഷണാടിസ്ഥാനത്തിലാണ് 10, 20 രൂപയുടെ പോളിമർ കറൻസികൾ അച്ചടിക്കുന്നതെങ്കിലും 100 കോടി നോട്ടുകൾ വീതമാണ് പുറത്തിറക്കുന്നത്. ഇന്ത്യയുടെ അതിർത്തി കടന്ന് കള്ളനോട്ടുകൾ വരുന്നതായും സൂചനകളുണ്ട്. അതിർത്തി ജില്ലകളിലെ ബാങ്കുകളിൽ കള്ളനോട്ടുകൾ കണ്ടെത്താൻ മെഷീനുകൾ സ്ഥാപിക്കുന്നതിന് RBI വാണിജ്യ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. നാടൻ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങളും ബാങ്കുകളും ഈ കാര്യത്തിൽ കൂടുതൽ അവധാനത പുലർത്തേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ആധുനിക രൂപത്തിലുള്ള കള്ളനോട്ട് മെഷീനുകളോ കള്ളനോട്ട് തിരിച്ചറിയൽ മെഷീനുകളോ ഈ സഹകരണ സ്ഥാപനങ്ങളിൽ പലപ്പോഴും ലഭ്യമല്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടതായ ഒരു സംഗതി. സഹകരണ സംഘങ്ങൾക്ക് ആവശ്യമായ ഏറ്റവും പുതിയ സഹകരണ നിയമ പുസ്തകം, വിവരാവകാശ നിയമ പുസ്തകം എന്നിവ വിപണിയിൽ. ആവശ്യക്കാർ വിളിക്കുക 9446227583.